ഉണ്ട്, വിഷമമുണ്ട്. സഹായിച്ചില്ല അവർക്ക് എന്നെ അറിയാവുന്നവരാണെങ്കിൽ പോലും അവരെന്നെ സഹായിച്ചില്ല. അത് ഞാനത് ഇല്ല, അങ്ങനല്ല. അത് അവർ അങ്ങനെ എന്താണെന്നങ്ങനെ പെരുമാറിയതെന്നുള്ളതിനെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ. സംഘടന ഇപ്പോൾ ചിലർ വളരെ കുറച്ച്, ഒന്നോ രണ്ടോ മൂന്നോ പേര് അതൊക്കെ വിഷമമുണ്ടാക്കി. ഒരു കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവർക്ക് എന്നോട് എന്തു ആവശ്യപ്പെടാൻ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. അവർക്കെന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു. അതുണ്ട്. അതങ്ങനെ ഉണ്ട്. അങ്ങനെ തന്നെയാണത്. പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ എന്നെപ്പോലെ മനസ്സിലാക്കേണ്ട എൻ്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിൻ്റെ എല്ലാ മേലധികാരികളുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പോൾ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിൽ എടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അതെ 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 അതാണ് അതിൻ്റെ കൂടുതൽ അതിനെ വിഷമമുണ്ടാക്കുന്നത്. അവർ അങ്ങനെ നമ്മുടെ ഒരവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. തെറ്റായ റിപ്പോർട്ടുകൾ മേളിലേക്ക് കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ളതാണ്. അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്കത് അല്ലാതെ തന്നെ അത് പരിശോധിച്ച്, ശരിയായി പരിശോധിച്ച് എൻ്റെ വിശദീകരണം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തെറ്റുണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ. അതെ, തീർച്ചയായിട്ടും. അത് വല്ലാതെ വിഷമിപ്പിച്ചു എന്നെ. അത് എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അത് വല്ലാതെ എന്നെ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണത്. എൻ്റെ സഹപ്രവർത്തകർ ഏതാണ്ട് 28-30 വർഷം, 30 അതിൽ കൂടുതൽ 1986 മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ സഹപ്രവർത്തകർ. പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ ഉള്ളവരാണ്. അവരങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇല്ല, ചെയ്തില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് എല്ലാം സമാധാനമായിട്ടിരിക്കൂ, സമാധാനമായല്ലോ, കുഴപ്പമില്ല, എല്ലാം കണ്ടെത്തി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട് ഒരു ട്വിസ്റ്റ് നടന്നത്. അത് എന്നോടൊന്നും പിന്നീട് ഒരു വിശദീകരണം ചോദിച്ചില്ല. വേണമെങ്കിൽ ഒരു ഫോൺ വിളിച്ച് ചോദിക്കാമായിരുന്നു, എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നോ ഒക്കെ ചോദിക്കാം. ഒന്നും ചോദിക്കാതെ ഇത് എന്തോ ഒരു പ്രത്യേക നിമിഷത്തിലായിരിക്കും അവരങ്ങനെ ചെയ്തത്. എന്താണെന്ന് അറിയില്ല. അതെന്താണെന്ന് അറിയില്ല. അത് എന്താണ് എന്നോട് അവരങ്ങനെ പെരുമാറിയെന്ന് അറിയുന്നില്ല. അത് ശരിയല്ല. എനിക്ക് ഇനിയും നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സഹായം കൂടിയേ തീരും. അവരെന്നോടൊപ്പം നിന്നെങ്കിലേ പറ്റുള്ളൂ. ഞാനൊരു വെറും ജോലിക്കാരൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് അവരെ സപ്പോർട്ടും സാധനങ്ങളും ഉപകരണങ്ങളും എല്ലാം തരേണ്ടുന്നത് അവരാണ്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരേണ്ടുന്നത് അവരാണ്. ഞാനവിടെ വെറുതെ ഒരു പണിക്കാരൻ മാത്രമാണ്. അപ്പോൾ അതിന് അവരുടെ സഹായം വേണം. അവരിനിയും സഹായിക്കണം. നമുക്ക് അങ്ങനെ
ശത്രുപക്ഷത്ത് നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല. കാരണം ഒരു ഒരു രോഗി ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ പല എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ്, ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല, പല വിഭാഗത്തിലുള്ളവർ വന്ന് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും തമ്മിൽ നല്ല ഒരു സൗഹൃദവും ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാവേണ്ട ഡിപ്പാർട്ട്മെൻ്റ് ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പേര് ശത്രുപക്ഷത്തും കുറച്ച് പേര് ഇങ്ങനെ നിന്നാലും മാറി മാറി നിന്നാലൊന്നും നടക്കില്ല. അതെ 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 കൊടുക്ക ആ പ്രയോഗം എനിക്ക് ഞാൻ പറയുന്നില്ല. അതുണ്ട് ബാക്ക് സ്റ്റാബിങ് ആണ്. അങ്ങേ തന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന പ്രിൻസിപ്പല്, സൂപ്രണ്ട്, ഫോണിൽ കൂടെ വിളിക്കാൻ DME ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് താങ്കൾ ആ വാർത്താ സമ്മേളനം ഒന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോ അത് കണ്ടിട്ട് അങ്ങേക്ക് എന്താണ് അതിനകത്തൊരു ചെയ്യുന്നത്? എന്തായിരുന്നു, എന്തിനു വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് തോന്നുന്നത്? അതിനപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിനെ അതിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പിന്നീട് എല്ലാവരും അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് പിന്നീട് അതൊരു തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ. എന്തായാലും ഞാൻ പിന്നെ ഇനിയും കുറച്ചും കൂടെ അവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി എന്നുള്ള കാര്യം തീരുമാനമായിരിക്കുന്നു. അങ്ങനെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് തലേ ദിവസം എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ അതായത് മറ്റേ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ CCTV ദൃശ്യമുണ്ട്, അങ്ങനെയൊക്കെയായിരുന്നല്ലോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അല്ല, ഇങ്ങനെ എന്ത് അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഇത് ഉപകരണം പോലും അവർക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കാമല്ലോ. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ അന്ന് ആ മെഡിക്കൽ കോളേജിലുള്ള സമയത്താണ് അവരത് ചെയ്യുന്നത്. ഞാൻ അന്ന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത്. എന്നാൽ ഞാനവിടെ ഉള്ള സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ പരിപാടി നടക്കുന്നത്. എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കുക, എന്താണ് ഡോക്ടറെ, അതെന്താണ് ഒരു വിശദീകരണം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി പറയുമല്ലോ എന്താണെന്നുള്ളത്. ഞാൻ അവൈലബിൾ ആണ്, സ്ഥലത്ത് അവൈലബിൾ ആണ്. പക്ഷേ എന്നിട്ടും എന്നോട് ഒരു വാക്ക് അവർ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചില്ല, ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല. ഫോണിൽ കൂടെ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ ഹാരിസ് അവിടെ സംഭവിക്കുന്നത്, ആരാണ് കയറുന്നത്, എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്ക് എന്നോട് ചോദിക്കാമല്ലോ. പ്രതികാര നടപടി എന്നുള്ള, അതായത് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങേക്കെതിരെ ഒരു പ്രതികാര മനോഭാവം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഇല്ല, അങ്ങനെ പ്രതികാര നടപടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. ഇന്നലെ ഞാൻ 2-3 ദിവസമായിട്ട് എല്ലാ മേലധികാരികൾ ഇവർ പിന്നെ അധികാരത്തിലുള്ളവരെല്ലാവരും എന്നെ വിളിക്കുകയും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും എല്ലാം വാങ്ങിത്തരാം, എത്രയും പെട്ടെന്ന് ചെയ്തു തരാം, ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും വിളിച്ച് ഇത്ര ഫണ്ട്, എത്ര രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. ഞാനത് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതായിരിക്കാം അവരെ വിഷമിപ്പിച്ചത്. അതെന്തായാലും അത് പരിഹരിക്കുന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആവും. മാധ്യമങ്ങളൊക്കെ തെളിവുകൾ പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങേക്ക് ഈ സമയത്ത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം അങ്ങ് തന്നെ മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മാധ്യമങ്ങളാണ് എന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ട്, അങ്ങ് തന്നെ സന്ദേശങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ തെളിവുകളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ, CCTV ഉണ്ട് അല്ലെങ്കിൽ ബില്ലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേരളം മുഴുവൻ ആ ഒരു പുകമറയിൽ ആയി പോവില്ലായിരുന്നോ? ആകും. ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. വലിയൊരു ശക്തി മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അത് നമുക്ക് ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഇത് നമുക്ക് നമ്മുടെ സൈഡിൽ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ കുറേ പേര് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടാണത്. ഏതാ മാഡം ഒന്ന് എന്നെ വളരെ നല്ലൊരു സമാധാനിപ്പിച്ച, മാഡം ഒന്നും പേടിക്കണ്ട, കുഴപ്പമില്ല,
കാര്യങ്ങളെല്ലാം മറ്റ് ഈ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ വീട്ടുകാര്യം കുടുംബകാര്യങ്ങളും എല്ലാം സംസാരിച്ചു, മക്കളുടെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. മാഡം ഞങ്ങൾ സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. അങ്ങനെ സന്തോഷമായി പിരിഞ്ഞതിന് ശേഷം ഉന്നതങ്ങളിലൊന്നും അറിയാതെയാണോ ഇപ്പോഴത്തെ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത്? അങ്ങനെ കരുതുന്നുണ്ടോ? അതറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് വാർത്താ സമ്മേളനമൊക്കെ നടന്നതിന് ശേഷമാണ് ഞാൻ തന്നെ അറിയുന്നത്. ഉണ്ട്, ഞാൻ ശനി ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ശനി ഞായർ എല്ലാം ഹോസ്പിറ്റലുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച ഹോസ്പിറ്റലുണ്ട്. ഫുൾ ടൈം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ ഞാൻ പോയിരുന്നതാണ്. ഇത് വാർത്താ സമ്മേളനം എന്നാണെന്ന് ഓർക്കുന്നില്ല. ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചവരെന്നാണ് അന്ന് അങ്ങയുടെ തന്നെ സഹപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നത്. അത് ഞാനത് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ്. എന്നാലും അത് ഞാൻ അങ്ങനെ ആകേണ്ടതാണ്. അങ്ങനെ നമ്മളങ്ങനെ എത്ര സമൃദ്ധതാകുമ്പോൾ നമ്മളങ്ങനെ പോകുമല്ലോ. നമ്മൾ ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ലാവും. അതാണ്. എന്തോ അങ്ങനെയാണല്ലോ, തുടക്കം അവിടെ ആണല്ലോ. അവിടെ നിന്നാണ് എല്ലാം വരുന്ന പ്രശ്നങ്ങൾ. ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പിന്നീട് അത് പ്രശ്നമായി മാറുകയായിരുന്നു. ഞാനത് അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളൊരു വിഷമം പറഞ്ഞതേ ഉള്ളൂ. അതെൻ്റെ പേഴ്സണൽ ഗ്രൂപ്പാണ്. അത് വേറെ അങ്ങനെ പരസ്യമാക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷെ അത് എങ്ങനെയോ അത് പരസ്യമായി, അങ്ങനെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.